അമ്മയിലെ പവർ ഗ്രൂപ്പ് SITയെ റാഞ്ചുന്നു. ബദൽ സംഘടനയെ കൈയൊഴിഞ്ഞ് സിനിമാ ലോകം. വീണ്ടും സജീവമാകാൻ മോഹൻലാലും കൂട്ടരും. മലയാള സിനിമാ രംഗത്തെ പുഴുക്കുത്തുകളെ തുറന്നു കാട്ടി ഹേമ കമ്മീഷൻ കണ്ടെത്തിയ വിവരങ്ങൾ പലതും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പല ഉന്നതരുടെ തനി നിറവും ഇതോടെ പൊതുസമൂഹം തിരിച്ചറിയുകയും ചെയ്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പിൻബലത്തിൽ ഒട്ടനവധി ലൈംഗിക പീഡനാരോപണങ്ങളും ഉയർന്നു വരികയുമുണ്ടായി. ഇതിൽ പലതിന്റെയും വിശ്വാസ്യത സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ ഇപ്പോഴും നടക്കുന്നുമുണ്ട്. അതേസമയം കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പഴുതടച്ച അന്വേഷണം ആവശ്യപ്പെട്ട് സിനിമാ മേഖലയിൽ നിന്നടക്കം ഒട്ടേറെ സംഘടനകളാണ് ഇപ്പോൾ സർക്കാരിനെ സമീപിച്ചിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുൻപേ കമ്മീഷൻ റിപ്പോർട്ട് ലഭിച്ചിട്ടും അത് പുറം ലോകത്ത് എത്തിക്കാതെ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടതെന്ന വിധത്തിൽ പരാമർശങ്ങളും ശക്തമായി ഉയരുന്നുണ്ട്. സർക്കാർ നിലപാടുകളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതിയും രംഗത്ത് വന്നതോടെ സംഭവ വികാസങ്ങൾക്ക് നിയമപരിവേഷവും കൈവന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം നടത്താൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഏറെ ശ്രദ്ധേയമാകുന്നത് ഈ സന്ദർഭത്തിലാണ്. മലയാള സിനിമാ മേഖല കോടികൾ മറിയുന്ന വ്യവസായ സംരംഭ മേഖലകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പവർ ഗ്രൂപ്പുകൾക്കാണ് അവിടെ സർവാധികാരവും. അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ എന്തും നടക്കുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഈ അടിയൊഴുക്കുകൾ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ശക്തമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതും. അപ്പോൾ SITയുടെ അന്വേഷണ പരിധിയിൽ സിനിമാ മേഖലയിലെ പവർ ഗ്രൂപ്പുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഉണ്ടാകേണ്ടത് അനിവാര്യവുമാണ്. എന്നാൽ ഈ ആവശ്യത്തിനായി സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പുകളുമായി അടുത്ത ബന്ധമുണ്ടെന്ന വിവരങ്ങൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന SITക്ക് എത്രമാത്രം നീതിയുക്തമായി ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുമെന്നത് കാത്തിരുന്ന് കാണുക തന്നെ വേണം. ആരോപണ വിധേയരായ സംവിധായകരുമായും നടന്മാരുമായും അടുത്ത ബന്ധം പുലർത്തുന്ന ഒട്ടേറെ പേർ SITയിലുണ്ട്. കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് പ്രമുഖരുടെ ക്ഷണപ്രകാരം പല ഉദ്യോഗസ്ഥരും സിനിമാ ലൊക്കേഷനുകളിൽ എത്താറുണ്ടായിരുന്നുവെന്ന ആരോപണം സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം ഉദ്യോഗസ്ഥർ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥരായി എത്തുമ്പോൾ ഇരകൾക്ക് എങ്ങനെ ഇവർക്ക് മുമ്പിൽ പോയി ദുരനുഭവങ്ങൾ വിശദീകരിക്കാനാകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും നീതി ലഭിക്കുകയില്ലെന്നും ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നീക്കമാണ് ഉണ്ടാവുകയെന്നും നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസും മറ്റ് WCC ഭാരവാഹികളും ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. SITയുടെ മറവിൽ പവർ ഗ്രൂപ്പ് വീണ്ടും പിടിമുറുക്കുകയാണെന്നും അന്വേഷണം വഴിതിരിച്ചു വിടാനുമുള്ള നീക്കമാണിപ്പോൾ നടക്കുന്നതെന്ന ആശങ്കകൾ കൂടിയാണ് അവരിപ്പോൾ പങ്കുവയ്ക്കുന്നത്. അതേസമയം സിനിമാ മേഖലയിൽ ബദൽ സംഘടന രൂപീകരിക്കാനുള്ള നീക്കം തുടക്കത്തിൽ തന്നെ പാളിപ്പോയിരിക്കുന്ന അവസ്ഥയാണ്. പുരോഗമന സിനിമാ കാഴ്ചപ്പാടുള്ളവർ ഒരുമിക്കുന്ന പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്നാണ് സംഘാടകർ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഒപ്പമുണ്ടായിരിക്കുമെന്ന് അറിയിച്ചിരുന്ന പലരും ബദൽ സംഘടനയ്ക്കൊപ്പം ഇല്ലെന്ന് പരസ്യമായി പ്രതികരിച്ചു കഴിഞ്ഞു. സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളോട് വിയോജിപ്പില്ലെങ്കിലും ഇപ്പോൾ സജീവ പ്രവർത്തന രംഗത്തേക്ക് ഇല്ലെന്നാണ് അവരുടെ പ്രതികരണം. പുതിയ സംഘടനയുമായി ബന്ധപ്പെട്ട് ആദ്യം ഇറക്കിയ സർക്കുലറിൽ ആഷിഖ് അബു, റീമ കല്ലിങ്കൽ, ലിജോ ജോസ് പെല്ലിശ്ശേരി, അഞ്ജലി മേനോൻ, രാജീവ് രവി, ബിനീഷ് ചന്ദ്ര എന്നിവരുടെ പേരുകളാണ് ഉണ്ടായിരുന്നത്. പുതിയ സംഘടന രംഗത്തു വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അണിയറ നീക്കങ്ങളുമായി പവർ ഗ്രൂപ്പും രംഗത്തെത്തിയിരുന്നു. പവർ ഗ്രൂപ്പിനെ പിണക്കിക്കൊണ്ട് നിർമ്മാതാക്കൾക്കോ സംവിധായകർക്കോ അഭിനേതാക്കൾക്കോ ഫിലിം ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. പുതിയ സംഘടനയുടെ ആദ്യ സർക്കുലറിൽ ഉണ്ടായിരുന്ന ലിജോ ജോസ് പല്ലിശ്ശേരി ബദൽ സംഘടനയിൽ നിന്നും പിറകോട്ട് പോയതിന് പിന്നിലെ യഥാർത്ഥ കാരണവും ഇതുതന്നെയാണ്. ചലച്ചിത്ര പ്രവർത്തകരുടെ സ്വതന്ത്ര കൂട്ടായ്മ എന്ന ആശയത്തോട് യോജിക്കുന്നുവെങ്കിലും അത്തരമൊരു കൂട്ടായ്മയിൽ ഞാൻ നിലവിൽ ഭാഗമല്ല. ആ വിധത്തിൽ വന്ന മാധ്യമ വാർത്തകൾ ശരിയുമല്ല. എൻ്റെ പേരിൽ ഇപ്പോൾ പ്രചരിക്കുന്നതൊന്നും എൻ്റെ അറിവോടെയല്ല. ലിജോ ജോസ് പെല്ലിശ്ശേരിയെ പോലെ സ്വതന്ത്ര നിലപാടുകൾ എടുത്തിരുന്ന ഒരു സംവിധായകന് പോലും ഈ വിധത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നുവെങ്കിൽ പവർ ഗ്രൂപ്പ് എത്ര ശക്തമായിട്ടാണ് പിടിമുറുക്കിയിരിക്കുന്നതെന്നത് വ്യക്തം. എന്തുകൊണ്ടാണിത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വളരെ വ്യക്തമാണ്. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പുതിയ സംഘടനയുമായി ബന്ധപ്പെടുന്നവർക്കെതിരെ അപ്രഖ്യാപിത വിലക്കിന് തന്നെയാണ് പവർ ഗ്രൂപ്പിന്റെ നീക്കം. AMMA എന്ന സംഘടനയ്ക്കെതിരെയാണ് ബദൽ നീക്കമെന്നും അവരുമായി സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനം ഔദ്യോഗികമായി കൈക്കൊണ്ടാൽ അത് പുതിയ സംഘടനയിലെ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും വലിയ തിരിച്ചടിയാകും. അത് മുൻകൂട്ടി കണ്ട് പുതിയ സംഘടനയുടെ ചിറകരിയാനാണ് പവർ ഗ്രൂപ്പിന്റെ നീക്കം. അമ്മയുടെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുമെന്നും അതിന്റെ ഭാഗമായി താൽക്കാലിക സമിതി യോഗം ഉടൻ വിളിക്കുമെന്നും മോഹൻലാൽ അറിയിച്ചതും ബദൽ സംഘടനയെ ഒതുക്കുകയെന്ന ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ്.
ആഷിഖ് അബുവിനെയും റിമ കല്ലിങ്കലിനെയും നിശിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന BJP നേതൃത്വം ഈ സാഹചര്യത്തെയും രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. ആഷിഖ് അബുവിന്റെ മുസ്ലിം പേരും ഇടതനുകൂല നിലപാടുകളുമാണ് BJP അധ്യക്ഷൻ K. സുരേന്ദ്രനെ പോലെയുള്ളവരെ പ്രകോപിപ്പിക്കുന്നത്. സിനിമയിലെ അധോലോക സംഘത്തിന്റെ വക്താവാണ് ആഷിഖ് അബു എന്നാണ് സുരേന്ദ്രന്റെ പ്രതികരണം. മയക്കുമരുന്ന് മാഫിയകളും അർബൻ നക്സലുകളും അരാജകവാദികളുമാണ് പുതിയ സംഘടനയിൽ ഉള്ളതെന്നും അതുകൊണ്ട് തന്നെ ബദൽ സംഘടനയെ അംഗീകരിക്കാനാവില്ലെന്നുമാണ് സുരേന്ദ്രന്റെ വാദം. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പോലും ഗൂഢാലോചന ഉണ്ടെന്നും സുരേന്ദ്രൻ ആരോപിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ പുതിയ സംഘടനയുമായി ആഷിഖ് അബുവിന് അത്ര എളുപ്പത്തിൽ മുന്നോട്ടു പോകാനാവില്ല എന്നത് വ്യക്തം. പല ഘട്ടങ്ങളിലും ആഷിഖ് അബുവിന് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിനും ഈ വിഷയത്തിൽ പ്രത്യക്ഷമായി രംഗത്തെത്താൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഒരു ഭാഗത്ത് SITയുടെ രഹസ്യ പിൻബലം പവർ ഗ്രൂപ്പിന് ലഭിക്കുമെന്ന ആശങ്ക, കൂടാതെ പുതിയ സംഘടനയുടെ ഭാഗമായാൽ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പുറത്താകുമെന്നുള്ള ഭീഷണിയും. ആഷിഖ് അബുവിനെ മറികടക്കാനുള്ള കടമ്പകൾ തെല്ലും ചെറുതല്ലെന്ന് ചുരുക്കം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പുകൾ വീണ്ടും പിടിമുറുക്കുമ്പോൾ ആഷിഖ് അബുവിനെയും സംഘത്തെയും ഒതുക്കാൻ ഇവർക്ക് കഴിയുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്.